ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് റയൽ ബയേണിനോട് പരാജയപ്പെട്ടത്. സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ സാധിക്കാതെ പോയത് റയലിന് തിരിച്ചടിയായി മാറുകയായിരുന്നു. കൂടാതെ ബയേണിന്റെ ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയർ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. അതും റയലിന് വിലങ്ങ് തടിയായി മാറുകയായിരുന്നു. ഇതേക്കുറിച്ച് റയലിന്റെ പരിശീലകനായ അർബിലോവ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബയേണിന്റെ ഏറ്റവും മികച്ച താരം അത് അവരുടെ ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയർ ആയിരുന്നു. അതിൻ്റെ അർത്ഥം റയലിന് അവരെ വേദനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്നാണ് അർബിലോവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ബയേൺ മ്യൂണിക്കിൽ തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏത് സ്റ്റേഡിയത്തിലും വിജയിക്കാൻ കപ്പാസിറ്റിയുള്ള ടീമാണ് റയൽ മാഡ്രിഡ് എന്നാണ് ഇപ്പോൾ അർബിലോവ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രണ്ടാം പകുതിയിൽ ബയേൺ മ്യൂണിക്കിനേക്കാൾ എന്തുകൊണ്ടും മികച്ച പ്രകടനം നടത്തിയത് ഞങ്ങളാണ്. ഈ മത്സരത്തിലെ അവരുടെ ഏറ്റവും മികച്ച താരം അത് ന്യൂയർ ആയിരുന്നു. അതിനർത്ഥം ഞങ്ങൾക്ക് അവരെ വേദനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്ത പാദത്തിൽ ഞങ്ങളെല്ലാം നൽകും. അവിടെ വിജയിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ താരങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ലോകത്തെ ഏത് സ്റ്റേഡിയത്തിലും വിജയിക്കാൻ കഴിയുന്ന ടീമാണ് റയൽ. ഇതാണ് റയലിന്റെ പരിശീലകനായ അർബിലോവ പറഞ്ഞിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ നല്ല രൂപത്തിൽ കളിക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഗോളുകൾ നേടുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.